ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യനും അവൻ്റേതായ ആധ്യാത്മികതയുണ്ട്. ആധ്യാത്മികതയില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഭൂലോകത്തുണ്ടോ? ഇല്ല. എന്താണ് ഈ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ? മാനുഷികമായ മൂല്യങ്ങളെ ജീവിക്കാനായിട്ട് ദൈവത്തിൽ നിന്നും ശക്തി സംഭരിക്കുക. അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതം എന്ന് പറയുമ്പോൾ മാനുഷികമായ മൂല്യങ്ങൾ ഉള്ള ജീവിതം. പക്ഷെ ആ മാനുഷികമായ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ മനുഷ്യന്റെ സ്വന്തം ശക്തി കൊണ്ട് സാധിക്കില്ല. അവന് ഒരു ഉന്നത ശക്തിയിൽ നിന്നും ശക്തി സംഭരിക്കേണ്ടതുണ്ട്. അതിനാണ് ദൈവത്തിലുള്ള ജീവിതം, അരൂപിയിലുള്ള ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്ന ആധ്യാത്മിക ജീവിതം. ഈ ആധ്യാത്മിക ജീവിതത്തിന് ഒരു സമഗ്രത വേണം. പ്രധാനപ്പെട്ടതായി 4 കാര്യങ്ങൾ ഇതിന് ഉണ്ടായിരിക്കണം. ആ 4 കാര്യങ്ങളെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിവോഷണൽ ലൈഫ്, സൂപ്പർനാച്ചുറൽ ലൈഫ്, പെനിറ്റൻഷ്യൽ ലൈഫ്, മിസ്റ്റിക്കൽ ലൈഫ്. മലയാളത്തിലേക്ക് വരുമ്പോൾ ഭക്ത ജീവിതം, അഭൗമിക ജീവിതം, പ്രായശ്ചിത്തത്തിന്റെയും പരിഹാരത്തിന്റെയും ജീവിതം, ദർശനത്തിന്റെ ജീവിതം. അതിൽ ആദ്യത്തേത് ഭക്ത ജീവിതം. ഈ വാക്കിന്റെ പ്രത്യേകതയുടെ പശ്ചാത്തലം കൂടി നമ്മൾ ഓർക്കണം. അതായത് ഇന്ന് ഭക്തജീവിതം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വികാരജീവികളുടെ കാര്യങ്ങളും, അല്ലെങ്കിൽ ആണുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊക്കെ പെണ്ണുങ്ങളുടെ ശൈലി എന്ന രീതിയിൽ കാണാൻ സാധിക്കും. പക്ഷെ ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വൈയക്തികമായ വ്യക്തിയോടുള്ള അടുപ്പം, വൈകാരികമായ അടുപ്പം എന്ന് പറയാം. വൈകാരികത എന്ന വാക്ക് ഭാവാത്മകമാണ്, മോശമായിട്ടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തോട് എനിക്ക് വ്യക്തിപരമായ വൈകാരികമായ അടുപ്പം ഉണ്ടാവുക. അതാണ് ഭക്തജീവിതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ അടുപ്പത്തെ ഞാൻ പല രീതിയിൽ പ്രകടിപ്പിക്കുന്നുണ്ടാകും. അത് കൂടുതൽ പ്രാർത്ഥിക്കുന്നതിലൂടെയാകാം, ദൈവസാന്നിധ്യ സ്മരണ പുലർത്തുന്നതിലൂടെയാകാം. ഇതിന് വളരെ വ്യക്തമായൊരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്താൽ, മഗ്ദലന മറിയം പരസ്യമായ ഒരു വേദിയിൽ കടന്നു വന്ന് ഈശോയുടെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച് വിലയേറിയ സുഗന്ധദ്രവ്യം പൂശി. യൂദാസ് അതിനെതിരായിട്ട് കുരുകുറുക്കുകയുണ്ടായി. പക്ഷേ ഈശോ പറഞ്ഞത് എന്താണ്? എൻ്റെ ശവസംസ്കാര കർമ്മത്തിനായിട്ട് ഇവൾ എന്നെ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മഗ്ദലന മറിയത്തിന് വളരെ ഉന്നതമായ ഒരു വ്യക്തിപരമായ ബന്ധം, ആത്മീയ ബന്ധം ഈശോയുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്കത് പരസ്യമായിട്ട് അത്രയും ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഭക്തി എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ അടുപ്പം, ആ വ്യക്തിപരമായ അടുപ്പത്തിൻ്റെ ആഴത്തിൽ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഏത് കാര്യത്തെയും ഭക്തി എന്ന് പറയാനായിട്ട് സാധിക്കും. അതില്ലെങ്കിൽ ആധ്യാത്മികത ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ദൈവത്തോട് എനിക്ക് വ്യക്തിപരമായ വൈകാരികമായ അടുപ്പമില്ലെങ്കിൽ പിന്നെ ആധ്യാത്മികത എന്താ? അതുകൊണ്ട് ആധ്യാത്മികത എന്താണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഭക്ത ജീവിതമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമതായി, ഇത് അഭൗമികമായ ജീവിതമാണ്. അതായത് ആധ്യാത്മികത എന്ന് പറയുന്നത് വെറും മാനുഷിക ജീവിതമല്ല. ചിലരൊക്കെ പറയും ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നല്ല ഒരു മനുഷ്യനാവുക, അത് മതി, ബി ഹ്യൂമൻ, അതുകൊണ്ട് എല്ലാമായി എന്നുള്ളതായ ഒരു ചിന്താഗതി. ഒരിക്കലും അത് ശരിയല്ല. ഇത് ദൈവത്തിലുള്ള ജീവിതമാണെങ്കിൽ ഇത് ഒരു മാനുഷിക തലത്തിൽ നിന്നും ഉന്നതമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിൽ മാനുഷികതയുടെ പൂർണ്ണത കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവികതയുടെ പൂർണ്ണതയും കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നത് ഈശോയുടെ ഗാഗുൽത്തായിലെ സഹനമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈശോ അവിടെ സഹിക്കുകയാണ്. അതേസമയം അവിടെ സഹിക്കുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അങ്ങനെ സഹിക്കാനായിട്ട് സാധിക്കൂ. പക്ഷെ സഹിക്കുന്നത് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ പൂർണ്ണതയുമാണ് നമ്മൾ ആ വലിയ സഹനത്തിൽ നമ്മൾ കാണുക. എന്നതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചും നമ്മുടെ എല്ലാ കാര്യങ്ങളും വെറും മാനുഷിക തലത്തിൽ മാത്രം നിന്നാൽ പോരാ. അതിൻ്റെ മറ്റു ചില പ്രായോഗിക ജീവിതത്തിൽ ചെറിയ ഉദാഹരണങ്ങളാണ് സുദീർഘമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. അത് മാനുഷിക തലത്തിൽ നിന്നും ഉന്നതമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ഈശോ മിശിഹായെ പോലെ രോഗശാന്തി കൊടുക്കുക, അത് അമാനുഷിക തലത്തിൽ
നിൽക്കുന്ന കാര്യമാണ്. അങ്ങനെ വെറും മാനുഷിക തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. ഇത് സൂപ്പർ നാച്ചുറൽ ലെവലിലാണ്, സ്വാഭാവികത്തിൽ നിന്നും അതീതമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതാണ് നമ്മൾ പറയുക അഭൗമിക തലം, അഭൗമിക ജീവിതം എന്നൊക്കെ പറയുന്നത്. ആധ്യാത്മികത ദൈവത്തിലുള്ള ജീവിതമാണെങ്കിൽ തീർച്ചയായും അത് ദൈവിക തലത്തിൽ ഉയർന്നു നിൽക്കുന്നതായിരിക്കണം. വെറും മാനുഷിക തലത്തിലും വെറും സാമൂഹിക തലത്തിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല അത്. മൂന്നാമതായിട്ട് താപസ ജീവിതം അല്ലെങ്കിൽ അസറ്റിക്കൽ ജീവിതം എന്ന് പറയാനായിട്ട് സാധിക്കും. പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം. കാരണം ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഐക്യപ്പെടലാണ്. ദൈവവുമായിട്ട് ഐക്യപ്പെടണമെങ്കിൽ എനിക്ക് പരിശുദ്ധി ഉണ്ടായിരിക്കണം, എനിക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം. എനിക്ക് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ എൻ്റെ പാപങ്ങൾക്കെങ്കിലും ഞാൻ പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് തയ്യാറാകണം. അതുപോലെ ഞാനും ദൈവം എന്ന് പറയുന്ന ആധ്യാത്മികതയില്ല, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധനാകണമെങ്കിൽ എൻ്റെ സമൂഹത്തിലും, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലും പരിശുദ്ധി ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. എങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ, പരിഹാരം അനുഷ്ഠിക്കാൻ തയ്യാറാകണം. അതാണ് ഈശോ മിശിഹായുടെ ജീവിതം. ദൈവം മനുഷ്യനായത് എന്തിനു വേണ്ടിയാണ്? ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ലോകത്തെ രക്ഷിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന വഴിയാണ് പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക, പരിഹാരം അനുഷ്ഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് പ്രായശ്ചിത്തവും പരിഹാരവും. അതിനെ പരിഹാര ജീവിതം എന്ന് പറയാൻ സാധിക്കും, താപസ ജീവിതം എന്ന് പറയാനായിട്ട് സാധിക്കും, ഇംഗ്ലീഷിലെ അസറ്റിക്കൽ ലൈഫ് എന്ന് പറയാനായിട്ട് സാധിക്കും. നാലാമതായി മിസ്റ്റിക്കൽ ലൈഫ്, അതായത് ദൈവത്തിലുള്ള ജീവിതമാണെങ്കിൽ ദൈവവുമായുള്ള ആത്മീയമായ ബന്ധം അഭൗമിക തലത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അബ്രാഹത്തെ വിളിച്ചു, മോശയെ വിളിച്ചു, ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടു, വിശുദ്ധർക്ക് പ്രത്യക്ഷപ്പെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ക്രൂശിതന്റെ ദർശനം ഉണ്ടായിരുന്നു. അമ്മത്രസ്യയുടെ ജീവിതത്തിൽ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായിരുന്നു. മറിയം ത്രേസ്യയുടെ, എബ്രാസ്യമ്മയുടെ ജീവിതത്തിൽ അവർക്ക് വലിയ വലിയ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മിസ്റ്റിക്കൽ ലൈഫ് എന്ന് പറയും, മിസ്റ്റിസിസം എന്ന് പറയും. ആധ്യാത്മിക ജീവിതത്തിലും അത് ഒരു യാഥാർത്ഥ്യമായിട്ട് തീരേണ്ടതുണ്ട്. ഇത് ഏതാനും വിശുദ്ധരുടെ കാര്യമായിട്ടോ അല്ലെങ്കിൽ വിശുദ്ധർക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിട്ടോ ഒന്നും നമ്മൾ കാണരുത്. ഓർക്കുക, ഉത്ഥാനം ചെയ്ത ഈശോയെ ദർശിച്ചവരാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ. ക്രൈസ്തവ സമൂഹം ഉണ്ടായത് എങ്ങനെയാണ്? ഈശോയെ ദർശിച്ചത് കൊണ്ടാണ്. പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരാണ്. ആ സാവോൾ പൗലോസ് ആയത് എങ്ങനെയാണ്? ഈശോയെ ദർശിച്ചപ്പോഴാണ്. നമ്മൾ ഓർക്കണം, ഇന്നും ഒത്തിരി മുസ്ലിം തീവ്രവാദികൾക്ക് ഈശോയുടെ ദർശനം ഉണ്ടാകുന്നുണ്ട്. കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ നമ്മൾ എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ഈശോയെ നേരിട്ട് കണ്ടിട്ടാണ്. അതാണ് നമ്മൾ പറയുന്നത് മിസ്റ്റിസിസം അല്ലെങ്കിൽ മിസ്റ്റിക്കൽ ലൈഫ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ അവിടെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം, ജാഗരൂകത പാലിക്കണം. കാരണം പിശാച് പോലും മാലാഖയുടെ വേഷം കെട്ടാറുണ്ടെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് അപ്രധാനമായിട്ട് തീരുന്നെന്ന് ചിന്തിക്കരുത്. മാത്രമല്ല, അമിതമായ മനഃശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ ഭാവനകളാണ്, ഹലൂസിനേഷനാണ് എന്നൊക്കെ വാദിക്കുന്നവരുണ്ട്. ഹലൂസിനേഷൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ദൈവം വ്യക്തികൾക്ക് വ്യക്തിപരമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന അനുഭവങ്ങളിലൂടെയാണ് ദൈവ രക്ഷാകര ചരിത്രത്തെ ഇന്നും നയിക്കുന്നതെന്ന സത്യം നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് ആവില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ദൈവം മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നതും മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതും മനുഷ്യന് ദൈവത്തിന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതൊക്കെ ആരാധനാക്രമത്തിലൂടെയാണ്. അതെല്ലാവർക്കും ഉള്ളതാണ്. അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ വ്യക്തിപരമായി വ്യക്തിജീവിതത്തിലെ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വ്യക്തികളെ നയിക്കുന്നതായും സന്ദേശങ്ങൾ നൽകുന്നതായും ബൈബിളിലും സഭാചരിത്രത്തിലും വിശുദ്ധരുടെ ജീവിതങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ പറയുന്നത് മിസ്റ്റിക്കൽ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആധ്യാത്മികത എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് ഭക്തജീവിതമാണ്, അഭൗമികമായ ജീവിതമാണ്,
പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതമാണ്. അത് മിസ്റ്റിക്കൽ ലൈഫാണ്. അത് ദർശനത്തിൻ്റെ ജീവിതമാണ്. ഈ 4 കാര്യങ്ങളും ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. അതിൻ്റെ സമഗ്രത ഉണ്ടായിരിക്കണം. അതിൻ്റെ സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം. തീർച്ചയായും ഒരു വ്യക്തിയിലെ ഈ എല്ലാ കാര്യങ്ങളും, ഈ 4 കാര്യങ്ങളും വളർന്നു നിൽക്കണമെന്നില്ല. ഒരു വ്യക്തി കൂടുതൽ ഭക്തനായിരിക്കാം, മറ്റൊരു വ്യക്തി കൂടുതൽ മിസ്റ്റിക്കായിരിക്കാം, മറ്റൊരു വ്യക്തി കൂടുതൽ പ്രായശ്ചിത്തത്തിന്റെ ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം, മറ്റൊരു വ്യക്തി കൂടുതലായിട്ട് അത്ഭുതങ്ങളും രോഗശാന്തികളും കാര്യങ്ങളൊക്കെ നൽകുന്ന വ്യക്തി ആയിരിക്കാം. അത് ദൈവത്തിന്റെ പദ്ധതി. സഭയെ പടുത്തുയർത്തുവാൻ ഓരോ വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ 4 കാര്യങ്ങളുടെയും സമഗ്രത ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിലെ ആധ്യാത്മികത ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നേറുവാനും സമഗ്രമായ സന്തുലിതാവസ്ഥയുള്ള ആധ്യാത്മികതയുള്ള വ്യക്തികളായി തീരുവാനും നമുക്ക് സാധിക്കട്ടെ.